മാവൂർ NIT കൊടുവള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുള്ള സമരങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. സംയുക്ത സമരസമിതിയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലാണ് തുടർ സമരങ്ങൾ നടത്താൻ ഒരുങ്ങുന്നത്. സംയുക്ത സമരസമിതി നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി മാവൂർ കട്ടാങ്ങൽ റോഡിൽ ഭീമൻ റീത്ത് സമർപ്പിച്ചു. മാവൂർ അങ്ങാടിയിലാണ് പ്രതിഷേധ സൂചകമായി സമരസമിതി അംഗങ്ങൾ റീത്ത് സമർപ്പിച്ചത്. വർഷങ്ങളായി തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സമരസമിതി പുതിയ സമരവുമായി രംഗത്തെത്തിയത്. സുസ്ഥിരമായ ഈ മാവൂർ REC കൊടുവള്ളി റോഡ് എത്രയും പെട്ടെന്ന് റീചാർജ് ചെയ്യുക, ഈ ഒരു ആവശ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നിലവിൽ 2 വർഷമെങ്കിലും റോഡ് പണി നീളുമെന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ചെറിയ രീതിയിൽ റീടാറിംഗ് എങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഇത്ര വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് സമരസമിതി അംഗങ്ങൾക്ക് പറയാനുള്ളത്. ഈ മാവൂർ NIT റോഡിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 4ാം ഘട്ട സമരമാണ് ഈ കാണിച്ചത്. അതായത് ഈ റോഡ് ഇത്ര കാലമായിട്ട് നന്നാക്കുന്ന യാതൊരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. ഒന്നുമില്ല, മെയിൻ്റനൻസ് വർക്കുകൾ നടന്നില്ല. ഇത് ഇവിടുന്ന് ആൾപ്പാട് വെള്ളരിശ്ശേരി വരെ ഒരു 3 കിലോമീറ്റർ ദൂരം നന്നാക്കുകയാണെങ്കിൽ അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്കും MBR ഹോസ്പിറ്റൽ പോലെ വലിയ വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ ഉപയോഗമുള്ള സംഭവമാണ്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് നടത്തിയിട്ടും ഇതുവരെ യാതൊരു എന്തെങ്കിലും പ്രവർത്തി സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു പുതുമയുള്ള സമരമായിട്ട് ഞങ്ങൾ ഈ റീത്ത് വെക്കുന്ന ഒരു സമരം സംഘടിപ്പിച്ച്. നിർഭാഗ്യവശാലും മഴയായിപ്പോയി. മഴയായിട്ട് പോലും ആളുകൾ ഇതിന് നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഈ സംഗതി വിജയിപ്പിച്ചിട്ടുണ്ട്. ഇനി ഗവൺമെൻറ് വേണ്ട എന്താണെങ്കിൽ തീർച്ചയായിട്ടും മാവൂർ മുതൽ വെള്ളരിശ്ശേരി വരെ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സമരസമിതി ചെയർമാൻ പെരിക്കാക്കോട്ട് വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണൻ, സത്യൻ അടവാട്, മുഹമ്മദ് പെരിക്കാക്കോട്ട്, അബൂബക്കർ മാസ്റ്റർ, വിജയൻ P, സത്യൻ കുതിരാടം, NC മുഹമ്മദ്, സൽമാൻ ചാലിൽ എന്നിവർ നേതൃത്വം നൽകി. മുഹമ്മദ് കുതിരാടം നന്ദി പറഞ്ഞു. നേരത്തെ കൈത്തുട്ടിമുക്കിൽ ചേർന്ന ആക്ഷൻ കമ്മിറ്റി വിപുലീകരണ സമരപ്രഖ്യാപന ബഹുജന കൺവെൻഷനിൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തികൾക്കായി വിശ്രമമില്ലാത്ത പ്രക്ഷോഭത്തിന് തീരുമാനമെടുത്തിരുന്നു. സമരസമിതി സംഘടിപ്പിച്ച പരിപാടി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC വാസന്തി വിജയനായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. സംയുക്ത സമരസമിതി ചെയർമാൻ N വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത സത്യൻ, മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ ദിവ്യപ്രകാശ്, വളപ്പിൽ റസാഖ്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ശിവദാസൻ ബംഗ്ലാവിൽ, കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ, C സുരേഷ് ബാബു, PC അബ്ദുൽ കരീം, PM മുനീർ, K സജീവൻ, സത്യൻ കുതിരാടം, ജാഫർ എന്നിവർ സംസാരിച്ചു. K ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കൺവീനർ MLC മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ഒരു വലിയ സമരമുറകളിലൂടെ അല്ലാതെ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നടക്കില്ല. കാരണം ഇതിൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഒരു ചെറിയ തലത്തിൽ നിന്ന് പരിഹരിക്കാവുന്നതല്ല. ഇതിന് ചെയർമാൻ തന്നെ പറഞ്ഞു, നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന യാത്രാ ദുരിതത്തിൽ പ്രതിഷേധിക്കാൻ പരമാവധി ആളുകളെ സംഘടിപ്പിച്ച് കൂടുതൽ ശക്തമായ സമരം നടത്താനാണ് സമരസമിതിയുടെ പുതിയ നീക്കം. ഈ കൊടുവള്ളി മാവൂർ റോഡ് കെട്ടാങ്ങൽ മുതൽ മാവൂർ വരെയുള്ള ഭാഗം ഉദ്ദേശം 7 കിലോമീറ്റർ ദൂരം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതിൻ്റെ ഒരു ഗതാഗത യോഗ്യമാക്കുന്ന കാര്യം നിരവധി തവണ MLA ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരു പരിഹാരമില്ലാതെ കിടക്കുക. 15 കൊല്ലത്തിലധികമായിട്ട് ഒരു റീടാർ പോലും ചെയ്യാത്ത ഒരു റോഡ് ഈ കുന്നമംഗലം മണ്ഡലത്തിൽ ഇത് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനമോടിച്ച് ഉപതൊഴിൽ നേടുന്ന ഓട്ടോ തൊഴിലാളികൾ കിട്ടുന്ന പണം ഓട്ടോറിക്ഷയുടെയൊക്കെ മെയിൻ്റനൻസിന് മാത്രം കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. ഓട്ടോറിക്ഷ കൃത്യമായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു ഓട്ടോറിക്ഷ ഇല്ലാത്തൊരു സ്ഥിതിയായി മാറിയിട്ടുണ്ട്. ഓട്ടോറിക്ഷകൾ, അതുപോലെ തന്നെ ബൈക്കുകൾ, ബസ്സുകൾ, ഈ തരത്തിൽ 2 വീലറൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്കുള്ള ദുരിതം വളരെ വലുതാണ്. ബന്ധപ്പെട്ടവർ നിരവധി തവണ അവരെ മുമ്പിൽ ഈ ആവശ്യങ്ങൾ എത്തിച്ചിട്ടും യാതൊരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ജനങ്ങൾ കൂട്ടായിട്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട കാലഘട്ടം
അതിക്രമിച്ചിരിക്കുന്നു. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.